ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒട്ടും കയ്പില്ലാത്ത നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതൊരു ഇൻസ്റ്റൻറ്റ് നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി കൂടിയാണ്. ഉണ്ടാക്കി അന്ന് തന്നെ നമുക്ക് കഴിച്ചു തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഈ ഒരു നാരങ്ങ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 30 നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇനി ഓരോ നാരങ്ങ എടുത്തിട്ട് അതിൻ്റെ ഞെട്ടിൻ്റെ ഭാഗവും അടിഭാഗവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നീളത്തിൽ 6 പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നാരങ്ങയുടെ നടുക്കുള്ള നീളത്തിലുള്ള വെള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അതുപോലെ മുഴുവൻ കുരുവ് ഒന്ന് റിമൂവ് ചെയ്തെടുക്കണം. അങ്ങനെ ഞാനിവിടെ കംപ്ലീറ്റ് നാരങ്ങയും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ നാരങ്ങ പീസസ് ഒരു സ്റ്റീമറിലേക്ക് വെച്ചുകൊടുത്ത് 10 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കുന്ന അച്ചാറായതുകൊണ്ടാണ് നാരങ്ങ കഷ്ണങ്ങൾ സ്റ്റീം ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഈ നാരങ്ങ കഷ്ണങ്ങൾ ഒരു ചില്ല് കുപ്പിയിലോ ഭരണിയിലോ ഇട്ട് കൊടുത്തിട്ട് ലെയറായിട്ട് ഉപ്പുപൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് 10 ദിവസം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. 10 ദിവസത്തിന് ശേഷം ഇതെടുത്തിട്ട് അച്ചാർ ഉണ്ടാക്കാവുന്നതാണ്. ഇവിടെ ഞാൻ നാരങ്ങ കഷ്ണങ്ങളാക്കിയ ശേഷമാണ് സ്റ്റീം ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾ നാരങ്ങ മുഴുവനായിട്ട് സ്റ്റീം ചെയ്തെടുത്ത ശേഷമാണ് അരിഞ്ഞെടുക്കുന്നതെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് കട്ടിംഗ് ബോർഡിൽ വെച്ച് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റുകയില്ല. കുറേ ജ്യൂസസ് ഒക്കെ വേസ്റ്റായിട്ട് ഒഴുകിപ്പോവുകയും ചെയ്യും. നല്ല ഭംഗിയിൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനും പാടായിരിക്കും. അതേസമയം നമ്മൾ കഷ്ണങ്ങളാക്കിയ ശേഷമാണ് സ്റ്റീം ചെയ്യുന്നതെങ്കിൽ നമുക്ക് മുഴുവൻ ജ്യൂസും സേവ് ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയായിട്ട് അരിഞ്ഞെടുക്കാനും പറ്റും. അതുകൊണ്ടാണ് ഞാൻ സ്റ്റീം ചെയ്യുന്നതിന് മുൻപ് തന്നെ നാരങ്ങ അരിഞ്ഞ് കഷ്ണങ്ങളാക്കിയത്. ഇനി നമുക്ക് നേരെ അച്ചാറിടാം. ഞാനിവിടെ ഒരു ഉരുളി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അച്ചാറുകൾ ദീർഘനാൾ കേടുകൂടാതിരിക്കാനായിട്ട് നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തതും 2 ഉണ്ട വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും 6 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. എല്ലാം മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ കായംപൊടി, 2 ടേബിൾ സ്പൂൺ എരിവെള്ള മുളക് പൊടി, 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വിനാഗിരിയും ഗ്രേവിക്ക് ആവശ്യമായ കുറച്ച് ചൂടുവെള്ളവും പാകത്തിന് ഉപ്പ് കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഉപ്പും എരിവും പുളിയൊക്കെയുള്ള അച്ചാറായതുകൊണ്ട് തന്നെ ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് ഒരു വലിയ കഷ്ണം ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. ശർക്കര മുഴുവനായിട്ട് ഉരുകി കഴിയുമ്പോൾ സ്റ്റീം ചെയ്ത് നാരങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ അച്ചാർ തയ്യാറായിട്ടുണ്ട്. അച്ചാറിൻ്റെ ചൂടൊക്കെ ഒന്ന് നന്നായിട്ട് ആറിക്കഴിയുമ്പോൾ ഒരു ചില്ല് കുപ്പിയിലാക്കി സൂക്ഷിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.